ഭക്ഷണം വെടിഞ്ഞ് ഉപവാസം അനുഷ്ഠിക്കുന്നതിനേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്താണ് നാം ആയിരിക്കുന്നത്. ഉപവാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെയും അതിൻ്റെ ഫലം പ്രാപിക്കാതെയുമാണ് അനേകരും ഉപവസിക്കുന്നത് തന്നെ. എന്നാൽ ബൈബിളിൻ പ്രകാരം ഉപവാസം അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാകുന്നു? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവികമായ പഴയ നിയമ വ്യവസ്ഥകൾ കാലക്രമേണ അർത്ഥശൂന്യമായ മതാചാരങ്ങളായും ദൈവബന്ധമില്ലാത്ത വെറും കർമ്മരീതികളായും അധംപതിച്ചു. എന്നാൽ ദൈവകൃപയിലൂടെ മനുഷ്യന് ലഭ്യമാകുന്ന സമൃദ്ധമായ ജീവനും സ്വാതന്ത്ര്യവുമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുടെ അന്തസത്ത. എങ്കിലും അവിടുന്ന് നൽകുന്ന ആ നവജീവൻ അനുഭവിക്കണമെന്ന് വരിയിൽ നമ്മുടെ മനസ്സും ഹൃദയവും പുതുക്കപ്പെടേണ്ടതുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഭക്തിയും ആത്മീയ നവീകരണത്തെയും കുറിച്ചുള്ള ആഴമേറിയ സത്യങ്ങളാണ് ഇന്നത്തെ പാഠഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള മനോഭാവം എന്താകുന്നു? ദേഷ്യം, മുഷിച്ചിൽ, കണ്ടില്ലാത്തതുപോലെ അങ്ങ് പെരുമാറുക, അതാണോ? സ്വന്തം വീട്ടിൽ പോലും അങ്ങനെയുള്ളവർ കണ്ടെന്നു വരാം. സ്ഥിരം കുറ്റം കണ്ടുപിടിക്കുകയും എല്ലാറ്റിനും ശണ്ട കൂടുകയും ചെയ്യുന്നവർ നമ്മുടെ ചുറ്റും എപ്പോഴും കണ്ടെന്നു വരാം. മോഷ്ടിക്കുന്നവർ, പിടിച്ചു പറിക്കുന്നവർ, കള്ളം പറഞ്ഞ് വഞ്ചിക്കുന്നവർ, അനാവശ്യമായി സംസാരിക്കുന്നവർ, അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരോട് നിങ്ങൾക്ക് ഉള്ള മനോഭാവം എന്താകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. വെറുപ്പാണോ? വിദ്വേഷമാണോ? അതോ എൻ്റെ കാര്യമല്ല, ഞാൻ എന്തിനിടപെടുന്നു എന്ന് ചിന്തിക്കുകയാണോ? ശരിയായ മനോഭാവം എന്താകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ പഠനത്തിൽ അത് നാം ചിന്തിക്കുന്നതാണ്. തൻ്റെ ചുറ്റും കൂടിയവരോട് കർത്താവിനുണ്ടായിരുന്ന മനോഭാവം നമുക്കൊരു നല്ല മാതൃകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 14 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ 14-ാം വാക്യം തന്നെ ആദ്യം വായിക്കാം. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. നല്ല ചോദ്യമായിരിക്കുന്നല്ലേ? യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ യേശുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ മുമ്പ് യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. പ്രത്യേകിച്ച് അന്ത്രയോസിനെക്കുറിച്ചും ഫിലിപ്പോസിനെക്കുറിച്ചും ഈ കാര്യത്തിൽ നമുക്കുറപ്പുണ്ട്. അവർ വന്ന് കർത്താവിനെ അനുഗമിച്ചു. യോഹന്നാൻ്റെ മറ്റ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അല്പം വിഭിന്നമായിട്ടാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. അതെന്താ അങ്ങനെ? നേരത്തെ പറഞ്ഞിരുന്നത് പോലെ യോഹന്നാൻ സ്നാപകൻ ഒരു പഴയ നിയമ പ്രവാചകനായിരുന്നു. ഓർക്കണം, മശിഹ വന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നതിനായി യോഹന്നാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുന്നതിനായി ഒരു ദൂതുവാഹി വരുമെന്ന് മലാക്കി പ്രവാചകൻ പ്രവചിച്ചിരുന്നല്ലോ. ഇനിയും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി രാജവീതി ഒരുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ചില നിമിഷങ്ങൾക്കുള്ളിൽ അവനിവിടെ എത്തും. യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ മശിഹ വരികയും ചെയ്തു. ഇനി നമ്മുടെ കർത്താവ് ഒരു വലിയ പ്രമാണം പ്രഖ്യാപിക്കുവാൻ തുടങ്ങുന്നു. എന്നിട്ട് നിയമവ്യവസ്ഥിതി മാറ്റപ്പെടുവാൻ പോകുകയാണെന്ന വസ്തുത വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്നവർ ഉപവസിക്കും. ദൈവമക്കൾക്ക് ഇന്ന് ഉപവാസം
വിലയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഉപവസിക്കുവാനുള്ള ഒരു കൽപ്പന നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നാം നിസ്സഹായാവസ്ഥയിലാണ് ചെല്ലുന്നത് എന്ന ചിന്തയോടെ വേണം നാം ഉപവസിക്കുവാൻ. എനിക്ക് യാതൊരു കഴിവുമില്ല എന്ന ചിന്ത. കാരണം അവിടുത്തെ കരുണയ്ക്കും സഹായത്തിനും നാം ആവശ്യക്കാരാണ്. ഇതാണ് ഉപവസിക്കുന്നതിൻ്റെ പിൻപിലെ ചിന്ത. ഇതായിരിക്കണം. അടുത്തതായി പഴയ നിയമത്തിലെ ന്യായപ്രമാണ യുഗത്തിൽ നിന്നും പുതിയ നിയമ കൃപായുഗത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് കർത്താവ് അവരോട് വിവരിക്കുകയാണ്. പുതുതായ ഒന്നിന് തുടക്കം കുറിക്കുവാനാണ് കർത്താവ് വന്നത് എന്ന് അടുത്ത ഉപമ തെളിയിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ, കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. പഴയ വ്യവസ്ഥിതി, അതായത് ന്യായപ്രമാണ യുഗം അവസാനിക്കുകയാണെന്നും താൻ അതിനെ തുടരുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ അല്ല വന്നതെന്നുമാണ് കർത്താവ് പറയുന്നത്. വാസ്തവത്തിലൊരു പുതിയ അങ്കി നൽകുന്നതിനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആ പുതിയ അങ്കിയാണ് നീതിയുടെ വസ്ത്രം. അത് ലഭിക്കുന്നതിന് ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യേണ്ടതില്ല. തുരുത്തി എന്നതുകൊണ്ട് അക്കാലത്ത് വീഞ്ഞ് പകർന്നു വയ്ക്കുന്നതിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുപ്പി പോലുള്ള തുകൽ പാത്രങ്ങളായിരുന്നു. തുകൽ സഞ്ചികൾ എന്ന് വേണമെങ്കിൽ പറയാം. മൃഗങ്ങളുടെ തുകൽ കൊണ്ടുണ്ടാക്കിയിരുന്ന തുരുത്തികൾ. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിക്കുമ്പോൾ അത് വികസിച്ചു വലുതാകും. പഴയ തുരുത്തിയുടെ വികസന പ്രക്രിയ തീർന്നതിനാൽ വീണ്ടും ഒട്ടും തന്നെ അത് വികസിക്കുകയില്ല. അങ്ങനെയുള്ള പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വെച്ചാൽ തുരുത്തി സ്വാഭാവികമായി പൊട്ടിപ്പോവുകയും വീഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്യും. ക്രിസ്തു ഇവിടെ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, പഴയ വസ്ത്രത്തിലെ കീറലുകൾ തുന്നിച്ചേർത്ത് പിടിപ്പിക്കുവാനല്ല ഞാൻ വന്നത്, പിന്നെയോ പുതിയ വസ്ത്രം, അതെ പുത്തൻ പുതിയത് നൽകുവാനത്രേ ഞാൻ വന്നത്. ഈ പറഞ്ഞത് സമൂല പരിഷ്കരണവാദമാകുന്നു. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ അത് സംക്ഷിപ്തമായി പറഞ്ഞത് ഇപ്രകാരമാകുന്നു: ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. യോഹന്നാൻ 1:17. തുടർന്ന് നാം 8-ാമത്തേതും 9-ാമത്തേതുമായ അത്ഭുത പ്രവർത്തനങ്ങളാണ് കാണുവാൻ പോകുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും ശാരീരിക സൗഖ്യം നൽകുന്ന അത്ഭുതമാകും. അത്യത്ഭുതകരമായ ഒരു രംഗമത്രേ നാം ഇവിടെ ദർശിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യം തൻ്റെ മകളെ സൗഖ്യമാക്കുവാനാണ് പറഞ്ഞത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ലൂക്കോസ് 8:41-42 വാക്യങ്ങളിൽ. ഈ പെൺകുട്ടി അസുഖം ബാധിച്ച് മരിക്കത്തക്ക അവസ്ഥയിലായിരുന്നു. അവളുടെ അപ്പൻ യേശുവിനോട് സംസാരിപ്പാൻ നിൽക്കുമ്പോഴേക്കും ഒരു ബാല്യക്കാരൻ വന്ന് ബാലയുടെ മരണവാർത്ത അപ്പനെ അറിയിച്ചു എന്ന് നാം അവിടെ വായിക്കും. ഇവിടെ 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. യേശുവും അവൻ്റെ ശിഷ്യന്മാരും യായിറോസിനോടുകൂടി അവൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ എഴുന്നേറ്റപ്പോൾ ഒരു വലിയ പുരുഷാരം അവൻ്റെ ചുറ്റും കൂടി. സ്വാഭാവികമാണ്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഈ ഭാഗം എത്രമാത്രം ഹൃദയസ്പർശിയായതാണെന്ന് ശ്രദ്ധിക്കാതിരിക്കുവാൻ തരമില്ല. യേശു മരിച്ച ഒരു ബാലയെ ഉയർപ്പിക്കുവാൻ പോകുന്നു. ആ ബാലയ്ക്ക് 12 വയസ്സായിരുന്നു പ്രായം. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ത്രീയും രക്തസ്രവം മൂലം 12 വർഷക്കാലമായി കഷ്ടപ്പെടുകയായിരുന്നു. ഈ ബാലയിൽ നിന്നും 12 വർഷത്തോളം ഉണ്ടായിരുന്ന വെളിച്ചം നഷ്ടപ്പെട്ടു. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ 12 വർഷം ഉണ്ടായിരുന്ന അന്ധകാരം അവസാനിക്കുകയും വെളിച്ചം പൊട്ടിവിടരുകയും ചെയ്യുകയാണ്. ഇവിടെ വെളിച്ചവും ഇരുളും തമ്മിലുള്ള ഒരു അന്തരം നാം കാണുന്നു. ഈ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് ഓർക്കുക.
മറ്റ് പല അത്ഭുതങ്ങളിലും എന്ന പോലെ യേശു അവളെ തൊടുകയല്ല, പിന്നെയോ അവൾ യേശുവിനെ തൊടുകയാണ് ചെയ്തത്. അവളുടെ ഈ പ്രത്യേക പ്രവർത്തന രീതിയല്ല, അവളുടെ വിശ്വാസമായിരുന്നു അവളെ സൗഖ്യമുള്ളവളാക്കി തീർത്തത് എന്നോർക്കണം. 21-ാം വാക്യത്തിൽ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ വസ്ത്രം മാത്രമൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് പിറകിൽ നിന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. വിശുദ്ധ ലൂക്കോസ് ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണം കുറെ കൂടി വിശദമായി നൽകുന്നുണ്ട്. ഈ സ്ത്രീ യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു നിന്ന് എല്ലാവരോടുമായി ചോദിച്ചതും അവരുടെ പ്രതികരണവും എല്ലാം നമുക്കവിടെ കാണാം. അനന്തരം യേശു അവളെ വിട്ട് യായിറോസിൻ്റെ വീട്ടിലേക്ക് യാത്ര തുടരുന്നു. 23-24 വാക്യങ്ങളിൽ, പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു കുഴലൂതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട്, മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. യേശു ഈ യായിറോസിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ആളുകൾ ബാലയെ ചൊല്ലി വിലപിക്കുവാൻ തുടങ്ങിയിരുന്നു. ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് യേശു അവരോട് പറഞ്ഞു. ജനം അവനെ പരിഹസിച്ചു, ചിരിക്കുകയാണ് അവനെ പരിഹസിച്ച്. യേശുവിന് ആ ബാലയെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ആർക്കും തന്നെ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നതായി നാം വായിക്കുന്നു. 25-26 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ബാലയുടെ കൈ പിടിച്ചു. ബാലെ എഴുന്നേറ്റു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. മരിച്ചവരെ ക്രിസ്തു ഉയർപ്പിക്കുന്നതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളിൽ ആദ്യത്തേതത്രേ ഈ പറഞ്ഞത്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന 3 ശ്രദ്ധേയമായ സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ വിശുദ്ധ ലൂക്കോസ് മത്തായിയേക്കാൾ കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. ബാലെ എഴുന്നേൽക്ക എന്ന് യേശു സംസാരിച്ചതായിട്ടും ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിൻ്റെ രീതി എല്ലായ്പ്പോഴും ഒരുപോലെയായിരുന്നു. അവൻ ആ വ്യക്തിയോട് നേരിട്ട് സംസാരിച്ചിരുന്നു. രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കുകയും യായിറോസിൻ്റെ മകളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തതോടെ യേശുവിൻ്റെ ശ്രുതി ദേശത്തൊക്കെയും പരന്നു എന്ന് നാം കാണുന്നു. ക്രിസ്തുവിനെ അനുഗമിച്ച 2 കുരുടന്മാരുടെ കണ്ണ് യേശു തുറക്കുന്നതാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 10ാമത്തെ അത്ഭുതം. 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. ഈ 2 കുരുടന്മാർ യേശുവിനെ ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. യേശുവിനെ രാജാവായി കാണിക്കുന്ന ഈ മത്തായി എഴുതിയ സുവിശേഷത്തിൽ കുരുടന്മാരുടെ സംബോധന വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. 28 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പിന്നെ യേശു, നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട ആ ദേശത്തിലൊക്കെയും അവൻ്റെ ശ്രുതിയെ പരത്തി. തങ്ങൾക്ക് സംഭവിച്ചത് മറ്റാരോടും പറയരുതെന്ന് കർത്താവ് കർശനമായി നിർദ്ദേശിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ സംഭവമാണ് ഈ ഇപ്പോൾ വായിച്ചത്. ഇതേ കാര്യം അവൻ നേരത്തെ കുഷ്ഠരോഗിയോടും പറഞ്ഞിരുന്നതായി നാം 8-ാം അധ്യായത്തിൽ വായിച്ചു. അങ്ങനെ പറയുവാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. തൻ്റെ അത്ഭുതങ്ങളുടെ പ്രചാരം മൂലം യേശുവിനെ ആളുകൾ തിക്കുകയും അവൻ്റെ പ്രവർത്തനത്തിൽ യേശുവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കുരുടന്മാർ ചെയ്തത് നാം വായിച്ചല്ലോ 31-ാം വാക്യത്തിൽ. യേശു അവരുടെ ജീവിതത്തിൽ ചെയ്തതായ അതിശയത്തെ അടക്കി വയ്ക്കുവാൻ കഴിയാതെ അവർ മറ്റുള്ളവരോട് അക്കാര്യം പറയുകയാണ് ഉണ്ടായത്. ഇനി നാം ചിന്തിക്കുന്നത് യേശു ഈ ഭാഗത്ത് ചെയ്തതായ 11ാമത്തെ അത്ഭുത പ്രവൃത്തിയാകുന്നു. ഭൂതം ബാധിച്ചിരുന്നവനായ മറ്റൊരു മനുഷ്യൻ കൂടി സൗഖ്യം പ്രാപിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-9 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 3ാമത്തെ ഭൂതബാധിതനായ മനുഷ്യനാണ് ഇവിടെ നാം കാണുന്നത്. 32-33 വാക്യങ്ങളിൽ, അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു.
പരീശന്മാരുടെ പ്രതികരണം ശ്രദ്ധിച്ചേ 34 വാക്യത്തിൽ. പരീശന്മാരോ ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. യേശു ചെകിടനെ കേൾക്കുമാറാക്കിയെന്നോ കുരുടന് കാഴ്ച നൽകിയെന്നോ മുടന്തനെ നടക്കുമാറാക്കിയെന്നോ ഉള്ള കാര്യം പരീശന്മാർ നിരസിച്ചില്ല, തിരസ്കരിച്ചില്ല. പക്ഷേ അവർ അവനെ കുറ്റപ്പെടുത്തി പറഞ്ഞത് ഈ അത്ഭുതങ്ങൾ അവൻ ചെയ്തത് സാത്താൻ്റെ ശക്തി കൊണ്ടാകുന്നു എന്നത്രേ. പരീശന്മാരുടെ ഈ വിധി അവരുടെ മനസ്സിൻ്റെ ചില ഭാവങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒന്നാമതായി, അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറുവാൻ സാധിക്കാതെ വണ്ണം അവർ ഉറച്ചുപോയി. നാം നേരത്തെ ചിന്തിച്ചതുപോലെ ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീക്കുവാൻ അവർ സമ്മതിച്ചിരുന്നില്ല. എല്ലാ വൻകാര്യങ്ങളും കഴിഞ്ഞ കാലത്തായിരുന്നു. പാരമ്പര്യമോ സമ്പ്രദായമോ അല്പം മാറ്റുക എന്നത് മരണകരമായ പാപമായിരുന്നു അവർക്ക്. എന്തെങ്കിലും പുതുതായി വന്നാൽ അതവർക്ക് തെറ്റാണ്. യഥാർത്ഥ മതം എന്താണെന്ന്, ഭക്തി എന്താണെന്നുള്ള പഠിപ്പീരുമായി യേശു വന്നപ്പോൾ പരീശന്മാർ അവനെ വെറുത്തു. അവരുടെ ഇടയിലേക്ക് അയക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരെ അവർ പണ്ടേ വെറുത്തിരുന്നല്ലോ. അതേ സുഹൃത്തെ, ഇന്നത്തെ നമ്മുടെ അവസ്ഥയും ഇതുതന്നെയല്ലേ? ഏതോ ചില ആചാരങ്ങളിൽ സമ്പ്രദായങ്ങളിൽ കുടുങ്ങിക്കിടന്നുള്ള ആരാധന, ഭക്തി. രണ്ടാമതായി, എന്തിനെങ്കിലും വിനയപ്പെടുവാൻ കഴിയാത്തവണ്ണമുള്ള പരീശന്മാരുടെ സ്വയസംതൃപ്തിയിലെ അഹങ്കാരം. യേശു പറഞ്ഞതും ചെയ്തതുമായിരുന്നു ശരിയെങ്കിൽ അവർ തീർച്ചയായും തെറ്റായിരുന്നു. തൻ്റെ മനസ്സും തൻ്റെ ജീവിതവും യേശുവിന് പൂർണ്ണമായി സമർപ്പിക്കാത്തിടത്തോളം ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുവാൻ യേശുവിന് സാധ്യമല്ല. പരീശന്മാർ തങ്ങളിൽ തന്നെ വളരെയധികം സംതൃപ്തരായിരുന്നു. സ്വയനീതി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിലൊരു മാറ്റം ആവശ്യമാണെന്നവർ കരുതിയിരുന്നില്ല. മാത്രവുമല്ല, തങ്ങളെ മാറ്റുവാൻ ശ്രമിച്ച ആരെയും അവർ വെറുത്തിരുന്നു. ഇതല്ലേ സുഹൃത്തെ താങ്കളുടെ സ്ഥിതി? സ്വയസംതൃപ്തി വളരെ അപകടകാരിയാകുന്നു ഈ മനോഭാവം. ഞാൻ തികഞ്ഞവൻ അല്ലെങ്കിൽ തികഞ്ഞവൾ എന്ന ചിന്ത. സകല മനുഷ്യരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള കവാടം അനുതാപം ഒന്നു മാത്രമാണ്, മാനസാന്തരം. മാനസാന്തരം എന്നാൽ നമ്മുടെ വഴികളിലെ തെറ്റിനെ അംഗീകരിക്കുന്നതും ക്രിസ്തുവിലൂടെ മാത്രമേ ജീവൻ പ്രാപിക്കുവാൻ സാധിക്കൂ എന്ന് ഗ്രഹിക്കുന്നതും അവിടുത്തെ ഹിതത്തിനും ശക്തിക്കും പൂർണ്ണമായി നമ്മെ ഏൽപ്പിക്കുന്നതുമാണ്. 35 വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ സുവിശേഷം എന്നത് ദൈവകൃപയുടെ സുവിശേഷമല്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് 2 സുവിശേഷങ്ങളുണ്ട് എന്നർത്ഥമാക്കരുത്. ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ, എന്നാൽ അതിന് പല വശങ്ങളുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. രാജാവിന് വേണ്ടി തയ്യാറാകണമെന്നതത്രേ അതിൻ്റെ അർത്ഥം. ക്രൂശിക്കപ്പെടുവാൻ പോകുന്ന ഒരു രാജാവിനെ സ്വീകരിക്കുവാനും അനുഗമിപ്പാനും ഉള്ളൊരു ഹൃദയ മനോഭാവമായിരുന്നു അതിനു വേണ്ടിയിരുന്നത്. സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. ആ ദിവസം ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 36 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ഈ അധ്യായത്തിൻ്റെ ഉപസംഹാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതായ ഒരു അനുഭവമല്ലേ? ദൈവം നിയമിച്ച നല്ല പങ്ക് രാജാക്കന്മാരും നേതാക്കന്മാരും ഇടയന്മാരായിരുന്നു എന്നത് ശ്രദ്ധേയമത്രേ. ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുന്നതിന് മോശയെ വിളിച്ചു, അവൻ പണ്ട് ഇടയനായിരുന്നു. ദാവീദ്, അവൻ ഇടയനായിരുന്നു. കർത്താവിൻ്റെ വയലിലേക്ക് കൊയ്ത്തിന് വേലക്കാരെ അയക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ അവർക്കൊരു ഇടയൻ്റെ ഹൃദയം കൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. നശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് മനസ്സലിയുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? നശിച്ചു പോകുന്നവർക്ക് വേണ്ടി യേശു കരയുകയാണ്. 37-38 വാക്യങ്ങളിൽ, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം
വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട് ഇതൊക്കെ സംസാരിച്ച് തീർന്നതിന് ശേഷം യേശു അവരെ പറഞ്ഞയക്കുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അതേ കാര്യം ചെയ്യുവാനുള്ള മനസ്സ് അതുകൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കാനായി പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ആരോട് പ്രാർത്ഥിപ്പാൻ പറഞ്ഞോ അതേ വ്യക്തികളെ ക്രിസ്തു അയച്ചു. ഇത് രസകരമായിരിക്കുന്നില്ലേ? നിങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ മനസ്സില്ലാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്ന യേശുവിൻ്റെ ഈ പഠിപ്പീരല്ലേ? 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. ഈ 10-ാം അധ്യായത്തിലും ഇതുവരെ കണ്ടതായ ആ നീക്കം തുടരുന്നതാണ് നാം കാണുന്നത്. ഗിരിമുകളിലിരുന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പ്രഖ്യാപിച്ച ശേഷം അവൻ താഴേക്ക് വന്നു. അവിടെ അവൻ തൻ്റെ ശക്തി 12 അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തി. തുടർന്ന് യേശു 12 അപ്പോസ്തലന്മാരെ രാജ്യത്തിലെല്ലായിടവും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിക്കുന്നതാണ് നാം കാണുന്നത്. ഈ പുരുഷന്മാർ പോകുവാനുള്ളവരാണ്, മുന്നോടിയായിട്ടല്ല, പിന്നെയോ അവൻ്റെ പിൻപേ പോകേണ്ടവരാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അധികാരം ക്രിസ്തു അവർക്ക് നൽകി. ഇതായിരുന്നത്രേ അവരുടെ അധികാരപത്രം. യോഹന്നാൻ സ്നാപകൻ ഒരൊറ്റ അത്ഭുതം പോലും ചെയ്തതായി നാം വായിക്കുന്നില്ല. ഒരു കാര്യം കൂടി നാം വളരെ ശ്രദ്ധിക്കേണ്ടത്, ഈ 12 പേരുടെ പദവി ശിഷ്യന്മാർ എന്നതിൽ നിന്ന് അപ്പോസ്തലന്മാർ എന്ന് ഇവിടെ മാറുകയാണ്. ശിഷ്യൻ എന്നാൽ വിദ്യാർത്ഥിയാണ്, പഠിക്കുന്നവൻ. അപ്പോസ്തലൻ പ്രതിനിധിയാണ്, നിയമിക്കപ്പെട്ടവൻ. ഈ 10-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, പല മതാചാര സമ്പ്രദായങ്ങളും സംഘടനകളും തങ്ങളുടെ പ്രവർത്തനത്തിനും ശുശ്രൂഷയ്ക്കുമുള്ള അധികാരം ഈ അധ്യായത്തിലാണ് കാണുന്നത്. ഒരു ദൈവ പൈതലിനുള്ള നിർദ്ദേശങ്ങൾ ഈ അധ്യായത്തിൽ കാണുന്നില്ല എന്നത് നിങ്ങൾ കണ്ടോ? ഇത് നൽകപ്പെട്ട സാഹചര്യവും അവസ്ഥയും കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരു ദൈവ പൈതൽ ഇതിലെ നിർദ്ദേശങ്ങൾ പരിഗണിക്കേണ്ടത്. മറ്റേത് വേദഭാഗത്തെക്കാളും അധികം ഇതിൻ്റെ വ്യാഖ്യാനത്തിനായി പശ്ചാത്തലം നാം പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാത്രമേ ഈ ഭാഗങ്ങൾ കൃത്യമായി വ്യാഖ്യാനിക്കുവാൻ കഴിയൂ. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പോസ്തലന്മാർ ഇസ്രായേൽ ജാതിയുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന യോഗ്യതാപത്രം യേശു അവർക്ക് നൽകിയ അധികാരം ഒന്നു മാത്രമായിരുന്നു. ഇതായിരിക്കും മശിഹായുടെ അധികാരപത്രം എന്ന് പഴയ നിയമ പ്രവാചകന്മാർ മുന്നേ പറഞ്ഞിരുന്നതാണ്. അവർക്ക് ഈ അധികാരം നൽകി. അവർ ഇനിമേലിൽ ശിഷ്യന്മാരല്ല, അപ്പോസ്തലന്മാരത്രേ. നോക്കിക്കാട്ടെ 2-ാം വാക്യത്തിൽ, 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. 1-ാമൻ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, ശിമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കറിയോത്തായി യൂദ. അവൻ അവർക്ക് നിയോഗം നൽകി അയക്കപ്പെട്ടവനത്രേ ഒരു അപ്പോസ്തലൻ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് ഈ പേര് 12 പേരിൽ മാത്രം കുറിക്കുന്ന ഒരു സാങ്കേതിക പദമായി തീരുകയാണ് ചെയ്തത്. ഇന്ന് ഇതിൻ്റെ പിന്തുടർച്ചക്കാരില്ല. കാരണം ഈ 12 പേരെ മാത്രമാണ് അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചിരുന്നത്. കർത്താവ് അയക്കുന്നത് എത്രയോ വലിയൊരു ഉത്തരവാദിത്വം നൽകിയാകുന്നു. നിങ്ങളെയും എന്നെയും കർത്താവ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വവും വളരെ വിലപ്പെട്ടതാണ്. ഈ 12 പേർക്ക് കൊടുത്ത ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാകുന്നു എന്ന് മാത്രം. ആ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നശിച്ചു പോകുന്ന മനുഷ്യരോടുള്ള ക്രിസ്തുവിൻ്റെ മനസ്സലിവാണ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത്. വേലക്കാർക്കായി പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്തതിലൂടെ തൻ്റെ ഉള്ളിലുള്ള അതേ അനുകമ്പ അവരിലും വളർത്തുവാനാണ് കർത്താവ് ശ്രമിച്ചത്. ദൈവസ്നേഹവും
മനുഷ്യരോടുള്ള മനസ്സലിവുമായിരിക്കണം ഏത് ക്രിസ്തീയ പ്രവർത്തനത്തിൻ്റെയും പിന്നിലെ പ്രേരക ശക്തി. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.